ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വന്ദനമാവേ. കട്ടായ അറിഞ്ഞില്ല കോള് കട്ടായത്. ആ അല്ല പറഞ്ഞത് കേട്ടായിരുന്നോ? ജോസഫേട്ട സങ്കടത്തിലാണോ? അതെ ജോസഫേട്ടാ, അതായത് അവര് എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അതായത് ദൈവത്തോട് നിങ്ങൾ എത്രമാത്രം ചേരുന്നോ അത്രമാത്രം നമുക്ക് പുറത്തുനിന്ന് അകത്തുനിന്നൊക്കെ പണി കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? പീഡാസഹനവും കുരിശുമരണവും ഒക്കെ ഈ ജീവിതത്തിൽ നമുക്കും അതിന്റെ ഭാഗഭാഗിത്വമുണ്ട്. മനസ്സിലായോ? അതായത് ശരീരത്തിൽ പീഡനമേറ്റിട്ടുള്ള ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. വെട്ടെടുത്ത് വാക്കത്തി എടുത്ത് അല്ലെങ്കിൽ വെട്ടുകത്തി എടുത്തിട്ട് ശരീരം വെട്ടിമുറിക്കുമ്പോൾ മാത്രമല്ല ശരീരത്തിന് വേദനിക്കുക, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ മുറിവായിരിക്കും മനസ്സിന് മുറിവ്. അപ്പൊ അതുകൊണ്ട് ശരീരത്തിൽ അതായത് ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വചനം അനുസരിച്ചുള്ള പ്രവൃത്തി നമ്മുടെ ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ, ജീവിതത്തിൽ നിറവേറുമ്പോഴാണ് നമ്മുടെ വിശുദ്ധി വർദ്ധിക്കുന്നത്. അത് വചനം അനുസരിച്ചുള്ള പ്രവൃത്തികളാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. അപ്പോഴാണ് നമ്മുടെ വിശുദ്ധി വർദ്ധിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കാൻ ഇടവരും. മനസ്സിലായ? ഇത് ഇതിനു മുമ്പ് പറയാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും പറയാറുണ്ട്. അപ്പൊ വിശുദ്ധിയിലേക്ക് എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിലേക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തികളാണ് നമ്മൾ മുൻപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും മുമ്പ് പറഞ്ഞ കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും. പക്ഷെ ഈ പ്രവൃത്തികള് ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറവേറും, പല വചനങ്ങളും നിറവേറും. മനസ്സിലായ? അപ്പൊ ശരീരത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. അതായത് ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. അപ്പൊ സ്നേഹിക്കുക എന്ന് പറഞ്ഞാല് ഈ ഊട്ടല് മാത്രമാണെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ഇരിക്കുന്നത്. ഊട്ടലും കൊടുക്കലും. മനസ്സിലായ? ഊട്ടലും കൊടുക്കലും മാത്രമല്ല സ്നേഹം. നമ്മൾ പറയുന്നില്ലേ, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് സഹിക്കാനും വഹിക്കാനും ക്ഷമിക്കാനും കഴിയണം. അവരുടെ അജ്ഞത മൂലമാണ്, അറിവില്ലായ്മ മൂലമാണ്, കുറവുകൾ മൂലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി അവരോട് ക്ഷമിക്കാനും പൊറുക്കാനൊക്കെ നമുക്ക് കഴിയണം. അപ്പൊ അവരെ ക്ഷമിക്കുന്ന സ്നേഹത്തോടെ നമുക്ക് അവരെ വഹിക്കാൻ കഴിയണം. അപ്പൊ അതിനു വേണ്ടിയുള്ള സഹനം, അതാണ് നമ്മുടെ ജീവിതത്തിലെ വിലയുള്ളതായിട്ട് മാറുന്നത്. ഈ സഹനം വഴി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും. ഇതാണ് ദൈവസ്നേഹം. ഈ ദൈവസ്നേഹം വഴി നമ്മുടെ വിശുദ്ധീകരണം നടക്കും. എന്ന് പറഞ്ഞാല് ദൈവസ്നേഹം നമ്മിൽ കടന്നു വരുമ്പോ പാപമോചനം നടക്കും, നമ്മൾ അറിയാണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ വചനത്തിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാവാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത രഹസ്യങ്ങൾ. അതിനോട് പരിശുദ്ധാത്മാവോട് വചനം വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ധ്യാനിക്കാൻ പറഞ്ഞതിന്റെ കാര്യം അതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല പരിശുദ്ധാത്മാവേ, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ, അവിടുന്ന് കാണിച്ചു തരുന്ന കാര്യങ്ങൾ, എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ഇതിന്റെയൊക്കെ അർത്ഥം എന്ത്, ഇതിന്റെയൊക്കെ പൊരുളെന്ത്. വചനത്തിൽ പല ആൾക്കാരും കർത്താവിനോട്, ദൈവത്തോട്, പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ബൈബിളിൽ തന്നെയുണ്ട്. ഇതിന്റെ അർത്ഥം എന്ത് മാതാവ് ചോദിക്കുന്നില്ലേ? എന്ന് പറഞ്ഞ പോലെ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി തരണം, ഇതെനിക്ക് മനസ്സിലാക്കാനുള്ള കൃപ തരണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് അനേകരോട് ഇത് പറയണം ഈശോയെ, എനിക്ക് അനേകരോട് ഇത് പറയണം ഈശോയെ, പരിശുദ്ധാത്മാവെ എനിക്കിത് പറയണം, പ്രഘോഷിക്കണം, അതിനെ എന്നെ പഠിപ്പിക്കുക ഈശോയെ, പരിശുദ്ധാത്മാവെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. മനസ്സിലായ?
വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ്. മനസ്സിലായ? കർത്താവിന് വേണ്ടി വേല ചെയ്തവന് കൂലിയുണ്ട്. വചനം പ്രഘോഷിച്ച് അതിന് കൂലിയുണ്ട്. അത് വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് മനുഷ്യൻ തന്നില്ലെങ്കിൽ, ഈ ലോകം തന്നില്ലെങ്കിൽ ദൈവം തരും. ഈ ഉറപ്പും ധൈര്യമൊക്കെ നമുക്ക് വേണം. നമ്മളെന്തെങ്കിലും കാണുമ്പോഴേക്കും കേൾക്കുമ്പോഴേക്കും ബോധം കെട്ട് വീഴുന്ന ആൾക്കാരായിട്ട് മാറരുത്. മനസ്സിലായ? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണുമ്പോഴേക്കും കേൾക്കുമ്പോഴേക്കും ബോധം കെട്ട്, ക്ഷമ കെട്ട്, ബോധം കെട്ട്, സുബോധം അല്ലാണ്ട് വീണ് കിടക്കുന്ന ആൾക്കാർ, ചത്തുപോണ ആൾക്കാർ ആവരുതെന്ന്. മനസ്സിലായോ? ഇന്ന് ഈ ദിവസത്തിന് ഇന്നിന്റെ ഭാരം മതി, നാളെയെ കുറിച്ച് നാളത്തെ ദിനം തന്നെ ആകുലപ്പെട്ടുകളും എന്നാണ് വചനം പറയാൻ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ചെയ്യുന്ന പ്രവൃത്തി അവർ ചെയ്യുന്ന അത് ചെയ്യണതൊക്കെ വിജാതീരാന്നാ പറഞ്ഞിരിക്കണേ. മനസ്സിലായ? അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു, ഇപ്പൊ കൊറോണ വന്നിട്ട് ആൾക്കാർക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല, കുർബാന സ്വീകരിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് പരിശുദ്ധാത്മാവും കർത്താവൊക്കെ നാട് വിട്ടു പോയ. അത്രയും കാലം ഇവർ മനസ്സിലാക്കി വെച്ച കർത്താവ് എന്തായിരുന്നു, അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാലഘട്ടം കൊടുത്താണ് കർത്താവ്. മനസ്സിലായോ? കർത്താവ്, നിങ്ങൾ കുർബാന സ്വീകരിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാവുള്ളൂ, കർത്താവ് ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിച്ച് നടക്കുന്ന കുറെ ഓളന്മാരില്ലേ? കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ് നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് വചനമില്ലേ? നിന്റെ ആലയം എന്ന് പറഞ്ഞാൽ ആലയത്തിൽ ബലി അർപ്പിക്കപ്പെടും. നിന്റെ ആലയം ബലിപീഠമാണെങ്കിൽ ആ ആലയത്തിൽ ബലിയർപ്പിക്കാൻ നിനക്ക് കഴിയാതെ നീ ഇതര ആലയത്തെ കുറിച്ച് നീ ഉത്കണ്ഠപ്പെടുന്നുണ്ടെങ്കിൽ അതെന്താ? നിന്റെ ഉള്ളിലുള്ള പൈശാചികതയാണ്. കർത്താവ് വസിക്കുന്ന ആലയം നിങ്ങൾ തന്നെ എന്നല്ലേ വചനം? കർത്താവിന്റെ ആലയത്തിൽ ബലിയർപ്പിക്കപ്പെടില്ലേ? പരിശുദ്ധ കുർബാനയിലെ, അതായത് ആത്മാവില് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ, അതായത് കുർബാന സ്വീകരിക്കാൻ കഴിയാത്ത ആത്മാവിലുള്ള കുർബാന സ്വീകരണത്തിലുള്ള പ്രാർത്ഥന നമ്മുടെ കൂട്ടായ്മയിൽ ചെല്ലണം എന്ന് പറഞ്ഞു ഇല്ലേ? ആത്മാവിൽ. അപ്പൊ അതരത്തിന്റെ ബലി സ്തുതിപ്പ് കർത്താവിന്റെ ബലിയാണെന്ന് പറഞ്ഞു. ഈ ബലി അർപ്പിക്കപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലല്ലേ? അപ്പൊ കർത്താവിന്റെ ബലിപീഠത്തില് ഇവിടെ ബലിയർപ്പണം നടക്കുന്നുണ്ട്, അത് ആർക്കും അറിയാൻ കഴിയുന്നില്ല. എന്റെ ആലയം അശുദ്ധമാക്കുന്നവനെ ഞാനും എങ്ങനെ നശിപ്പിക്കുന്ന പറഞ്ഞിരിക്കണേ? അവനെ ഞാൻ പടുത്തു ഉയർത്തുന്നാണോ പറഞ്ഞിരിക്കണേ? അപ്പൊ അശുദ്ധമായിട്ടുള്ള ചിന്തകളും അത്തരത്തിൽ നിന്ന് പൈശാചികത ഉണ്ടാകുമെന്ന് പറഞ്ഞുള്ള വചനം പോലും ലംഘിച്ചുകൊണ്ട് ഉത്കണ്ഠ, ആകുല, നിരാശ, വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, പക, കോപം, ക്രോധം, അസൂയ, വിഭാഗിത, വിദ്വേഷം, വെറുപ്പ്, ഈ വൈരാഗ്യം, പലതരത്തിലുള്ള ദുഷ്ചിന്തകളും മാലിന്യങ്ങളും വഹിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരായിട്ട് പാപം ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ ശരീരം സ്വീകരിക്കുന്നത്. എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കും, എനിക്ക് അതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാർ. കർത്താവ് വീണ്ടും ചാട്ടവാറെടുത്ത ആരെ ആദ്യം അടിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. അയോഗ്യതയോടെ എന്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. അവിടുന്ന് വിധിക്കാനുള്ള അധികാരം മുഴുവൻ സ്വം പുത്രന് ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ എന്ന് പറയുന്നത് യേശുവാണ്. പുത്രനായ യേശുവിന് വിധിക്കാനുള്ള അധികാരം മുഴുവൻ ഏൽപ്പിച്ചിരിക്കുന്നു. വിധി അത്രയും പൂർണ്ണമായി നടത്തുന്ന കർത്താവ് യേശു ക്രിസ്തുവാണ്. അപ്പൊ അടി ആരാ കൊടുക്കുക? അതുകൊണ്ട് പറയുന്ന വീണവനോട് കാഠിന്യവും കർത്താവിന്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് അവിടുന്ന് കാരുണ്യം കാണിക്കും. അത് ആകാശത്തേക്കാൾ ഉന്നതമായിട്ടുള്ള കാരുണ്യം നിന്നോട് കാണിക്കണമെങ്കിൽ നീ ദൈവത്തിന്റെ കരുണയില്, സ്നേഹത്തില്, കൃപയില് നിലനിൽക്കാൻ നീ തയ്യാറാവണം. ഇതൊന്നുമില്ലാണ്ട് സകല മ്ലേച്ഛതയും അശുദ്ധിയും തിന്മയും പ്രവർത്തിച്ചിട്ട് വന്നിട്ട് കർത്താവിന്റെ ബലിപീഠത്തിന് വന്നിട്ട് കർത്താവിന്റെ ശരീരം നീട്ടാൻ നാവ് നീട്ടൂലേ? എന്റെ കർത്താവിന്റെ ശരീരം കുഴിയിൽക്കിടാനുള്ളതാണോ?
അതുപോലെ അശുദ്ധമായി എന്ന് പറഞ്ഞാല് അതുപോലെ അശുദ്ധമായിരിക്കുന്ന ശരീരമുള്ളവൻ പോലും ഈ നാവ് നീട്ടിയിട്ട് കർത്താവിനെ സ്വീകരിക്കില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അതായത് കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടാണോ ഞാൻ കർത്താവിനെ സ്വീകരിക്കുന്നത്? ദൈവം പരിശുദ്ധനാണെന്ന് പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്. അങ്ങനെയിൽ കർത്താവ് യേശു ക്രിസ്തു പരിശുദ്ധനല്ലേ? ആണോ? അപ്പൊ പരിശുദ്ധനായ ദൈവത്തിന്റെ ശരീരം കൊണ്ട് നമ്മൾ ഈ മ്ലേച്ഛതയിലേക്ക്, അശുദ്ധിയിലേക്ക്, തിന്മയിലേക്ക്, പാപത്തിലേക്ക്, അതിക്രമത്തിലേക്ക്, അതായത് തിന്മ നിറഞ്ഞ അശുദ്ധിയിലേക്ക് കൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ കക്കൂസിലേക്ക് കൊണ്ടിടുന്നത് അല്ലേ? അങ്ങനെ അശുദ്ധിയുടെ പക്ഷിക്ക് അശുദ്ധി ചിന്തകളിലെ കൂടെ വല്ല അശുദ്ധിയുടെ പക്ഷിക്ക് ആണെങ്കിൽ അതന്നെ പറഞ്ഞത്. അങ്ങനെ ചെയ്യുമ്പോ ഇന്ന് ഈ അതായത് നല്ല ഡ്രസ്സ്, നല്ല കാറ്, നല്ല വണ്ടിയിൽ വന്ന് വെള്ള ഡ്രസ്സ് അല്ലെങ്കിൽ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് വന്ന് അവൻ മാന്യന കുർബാനിച്ച്, അതായത് അവന്റെ ജീവിതത്തിന് കുർബാന കുമ്പസാരിക്കാൻ തുടങ്ങിയ സമയം മുതൽ അവസാനത്തെ സ്വീകരണം വരെ അവൻ എന്തോ പറഞ്ഞിരിക്കുക, അവൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരേ പാപങ്ങൾ തന്നെയായിരിക്കും. അവന് മാറ്റമൊന്നും ഉണ്ടാവില്ല, വ്യത്യസ്തമായിട്ട് ഒരു പാപമൊന്നും ചെയ്യുന്നില്ല. വീണ്ടും വീണ്ടും പാപം ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാ കുമ്പസാരം നടത്തണേ? വല്ലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് അബദ്ധ സഞ്ചാരം അല്ലെങ്കിൽ വീണുപോയി എന്നൊക്കെ പറയുന്ന പോലെയല്ല. നിരന്തരം ഞാൻ ഒരേ പാപം പറയുന്നെങ്കിൽ നിരന്തരം ഞാൻ ആ പാപം ചെയ്യുന്നു. ആ പാപത്തിൽ നിന്ന് ഞാൻ പിന്മാറാൻ തയ്യാറല്ലാതെ ഞാൻ വീണ്ടും അത് ചെയ്യാനാണ് കുമ്പസാരിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാ കുമ്പസാരിക്കണേ? മനസ്സിലായോ? അപ്പൊ നമ്മള് കർത്താവിന് വേണ്ടി നമ്മൾ സഹിക്കാനും വഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ തയ്യാറാവുമ്പോ ദൈവത്തിന്റെ ക്ഷമിക്കുന്ന സ്നേഹം, സഹിക്കുന്ന സ്നേഹം, വഹിക്കുന്ന സ്നേഹം, ഈ സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചു കഴിഞ്ഞാല് കർത്താവ് തന്നെ നമ്മെ വിശുദ്ധീകരിക്കും. അതുകൊണ്ട് വചനം പറയണ, ഇന്ന് നിന്നെ തന്നെ വിശുദ്ധീകരിച്ചാല് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ നടക്കും. കർത്താവിന്റെ മറ്റൊരു വചനം ഇങ്ങനെ പറയാണ്, എന്താ പറയണെന്നറിയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ തീരുമാനമെടുത്ത് കർത്താവിന്റെ മുമ്പില് ഞാൻ ഇനി വിശുദ്ധ ജീവിതം നയിക്കും, അതിനുവേണ്ടി എനിക്ക് ദൈവസഹായം ലഭിക്കും. നീ നീ ഒരടി വെച്ചാൽ കർത്താവ് 10 അടി വെക്കുന്ന പറഞ്ഞിരുന്നത്. അപ്പൊ നീ അങ്ങനെ തയ്യാറായി കഴിഞ്ഞാല് നിന്നെ ഏറ്റവും അധികം സഹായിക്കുക കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിന്റെ കൂടെ നിന്റെ ഉള്ളിലിരുന്ന് നിന്നെ ഭരിക്കുകയും നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ്. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ഈ ചിന്ന കുഞ്ഞു കാര്യങ്ങൾ കേട്ടിട്ട് കേൾക്കുമ്പോ അറിയുമ്പോൾ നമ്മള് ബോധക്ഷയം വന്നിട്ട് വീണു പോകാനുള്ള ആൾക്കാരല്ലെന്ന്. കർത്താവിൽ അവര് ശക്തരാണ് അല്ലേ? നമ്മുടെ സമരായുധങ്ങൾ ശക്തമാണെന്നല്ലേ വചനം പഠിപ്പിക്കണേ? ഈ ഭൗമിക ലോകത്തിന്റെ ആയുധങ്ങളല്ല നമ്മുടെ സമരായുധങ്ങള് ദൈവസന്നിധിയിൽ ശക്തങ്ങളാണ്. ഈ അറിവോടെ വേണം നമ്മള് കർത്താവിന്റെ മുമ്പിൽ നിൽക്കാനായിട്ട്. എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾ കാണുമ്പോഴേക്കും കേൾക്കുമ്പോഴേക്കും ബോധക്ഷയം വീണു പോണ്ട അല്ലെങ്കിൽ തല കറങ്ങാനുള്ള ആളുകളല്ല നമ്മള്. കർത്താവിൽ നിലനിൽക്കാനുള്ളവരാണെന്നുള്ള ഉറപ്പ് വേണം നമ്മള്. അതായത് കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും ജീവിക്കുന്ന പറഞ്ഞിരിക്കണേ. യേശുക്രിസ്തുവിന്റെ ആത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ കർത്താവ് യേശുക്രിസ്തുവിന് സ്വന്തമാണ്. ഒരുത്തിനും തകർക്കാൻ പറ്റില്ല. അത് ആ ഉറപ്പോടുകൂടി വേണം ജീവിക്കാൻ, ആ ഉറപ്പോടുകൂടി വേണം മുന്നോട്ട് പോകാൻ. സകല ശുശ്രൂഷകളിലും വ്യാപരിക്കുമ്പോ അങ്ങനെ തന്നെ വേണം. ഉറപ്പുള്ള വാക്കുകൾ പറയണം, ഉറപ്പുള്ള പോലെ പറയണം. മറ്റുള്ളവർക്ക് കാര്യം കേട്ടാൽ മനസ്സിലാകാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പാകത്തിന് വാക്ചാതുര്യത്തോടെ നമുക്ക് ദൈവം തന്ന ആ സ്വരം അത് അനുഗ്രഹമാണെന്ന് വിശ്വസിച്ച് അതിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവുണ്ടെന്ന് ഉള്ള ഉറപ്പോട് കൂടിയിട്ട് വേണം നമ്മൾ പറയാനായിട്ട്. കാരണം എന്റെ അതരത്തിൽ പോകുന്ന വെറും ശബ്ദം മാത്രമല്ലാതെ എന്റെ കർത്താവിന്റെ പരിശുദ്ധാത്മാവും കൂടി വ്യാപരിക്കുന്നുണ്ട് എന്ന് ഉറക്കെ വിശ്വസിച്ച് ഉറപ്പുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ പറയാൻ തയ്യാറാണ്. അങ്ങനെ പറയുമ്പോ കർത്താവ് പ്രവർത്തിക്കും. മനസ്സിലായ? വെറും ശബ്ദം മാത്രമല്ല, അതിലൂടെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവും കൂടിയാണ്.
ആ ജീവിക്കുന്ന ദൈവത്തിന്റെ 800 കോടി ജനത്തെയും ഇന്ന് സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഇതിന് മുൻപുണ്ടായിരുന്ന ജനതയെ മുഴുവനും സൃഷ്ടിച്ച, ഇനി സൃഷ്ടിക്കാനിരിക്കുന്ന മുഴുവൻ ജനത്തിന്റെയും കർത്താവായ ദൈവം, ആ ദൈവത്തിന്റെ ആത്മാവാണ് വ്യാപരിക്കുന്നത് എന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചവന്റെ ആത്മാവാണ് എന്റെ അതരത്തിലൂടെ വ്യാപരിക്കുന്നത് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ പറയാൻ തുടങ്ങുക. ചഞ്ചല ചിത്തരും സംശയ മനസ്കനും നമ്മൾ ആകാൻ പാടില്ല. അങ്ങനെ ആകാതിരുന്നാൽ കർത്താവിന്റെ വജ്രായുധങ്ങളായിട്ട് മാറും നമ്മള്. മനസ്സിലായില്ലേ? അതങ്ങനെ ചാട്ട കൊണ്ടടിച്ചാൽ തിമിർപ്പുണ്ടാവും, നാവ് കൊണ്ടടിച്ചാൽ അസ്ഥികൾ തകരും എന്ന് പറഞ്ഞാണ്. ഓരോരുത്തരും അസ്ഥി തകരും നമ്മൾ സംസാരിക്കുമ്പോ. മനസ്സിലായ? ദാവീദ് കർത്താവിന് നന്ദി പറഞ്ഞു. എന്തിനാണെന്നറിയോ? അങ്ങ് തകർത്ത എന്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ച ആളാണ് ദാവീദ്. അതാ കർത്താവ് ദാവീദിനെ കുറിച്ച് പറഞ്ഞത്, എന്റെ ഹൃദയത്തിന് ചേർന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തി, എന്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി എന്ന് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമുഖത്ത് ജനിച്ചതും ജീവിച്ചതും മരിച്ചതുമായിട്ടുള്ള എല്ലാ മനുഷ്യരിൽ വെച്ചിട്ട് ഒരാളെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. എന്റെ ഹൃദയത്തിന് ചേർന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തി, എന്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി എന്ന് ദാവീദിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ ജീവിതത്തില് ശക്തരും ധീരരുമായിട്ട് നമ്മൾ വ്യാപരിക്കുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കേട്ട് ബോധക്ഷയം നമുക്ക് വേണ്ട കേട്ടോ. ഇനി ആരെന്താ പറയാളെ? അല്ലല്ല, ജോസഫേട്ടന് ഇത്രയും കാര്യങ്ങൾ അറിയാനും കാണാനും കേൾക്കാനും അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ സംഭാഷണം നടക്കില്ല. മനസ്സിലായ? ഹലോ ജോസഫേട്ടൻ കേട്ടാ? അപ്പൊ ജോസഫേട്ടന് കുറെ കാര്യങ്ങള് അറിയാനും അറിയിക്കാനും വേണ്ടിട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാന്ന്. അതും കൂടി നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നമ്മൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ടിരിക്കരുത്. കർത്താവിന് പ്രവർത്തിക്കാനുള്ള അവസരം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് പ്രവർത്തിക്കും. മനസ്സിലായ? അതിനുള്ള അവസരങ്ങള് ദൈവം ആര് മുഖേനയായാലും അത് ഉണ്ടാക്കും. ഞാനും ഇന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടൊന്ന് പൗണ്ടളി തുടങ്ങിയത്. കരുതി കൂട്ടിന്ന് സംസാരിക്കാൻ എന്ന് പറയുമ്പോ നമ്മുടെ സമരായുധങ്ങള് ശക്തങ്ങളാണെന്ന് പറഞ്ഞില്ലേ? ഇത് ഈ ആയുധെടുത്ത് പെടയ്ക്കാൻ തന്നെ കരുതി കൂട്ടിയിരുന്ന് ഫോൺ ചെയ്യാൻ ഇറങ്ങി തിരിച്ചാണ്. ഓക്കെ അല്ലേ? ഉഷാറില് പറയും. പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമെന്ന് വിചാരിച്ചിട്ട് പറയും.